പിശാചുക്കൾ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഒരു സമയാടിസ്ഥാനത്തിലാണ് ചലിക്കുന്നത്. അവർ വെച്ചിരിക്കുന്ന സമയപദ്ധതികളെ നമുക്ക് തകർക്കുവാൻ കഴിയും. കാൽവറി ക്രൂശിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിശാച് നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന സമയം, ആ സമയം അടുത്ത 35 വർഷം നിങ്ങളെ സ്വതന്ത്രമാക്കുകയില്ല എന്നുള്ള വെല്ലുവിളിയാണ് അവൻ വെച്ചിരിക്കുന്നത്. എങ്കിൽ നമുക്കത് യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുവാൻ കഴിയും. ഈ നിമിഷത്തിൽ അത് ബ്രേക്ക് ചെയ്യുവാൻ കഴിയും. ബെഥെസ്ദാ കുളക്കരയിലുള്ള ആ മനുഷ്യൻ 38 വർഷം, അപ്പോൾ 38 വർഷം അവൻ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. യേശു വന്നതോടുകൂടി അവൻ്റെ കൈറോസ് ടൈം വന്നു. ആ സമയത്ത് അവൻ വിടുവിക്കപ്പെടുകയുണ്ടായി. പിശാച് ചിലപ്പോൾ അടുത്ത 30 വർഷം 20 വർഷം നിന്നെ തകർക്കും, നിനക്ക് വിരോധമായി പ്രവർത്തിക്കുമെന്നൊക്കെ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണെങ്കിൽ യേശു വന്നാൽ മതി. ഇപ്പോൾ നിൻ്റെ ഭവനത്തിലേക്ക് യേശു വരികയാണെങ്കിൽ നിൻ്റെ കൈറോസ് ടൈം വരികയാണ്. ദൈവം വെച്ചിരിക്കുന്ന, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, നിൻ്റെ അത്ഭുതത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സമയം, അൻ അപ്പോയിൻറ്റഡ് ടൈം, നിൻ്റെ ജീവിതത്തിൽ ഒരു കൈറോസ് ടൈം വരികയാണ്. യേശു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നീണ്ടകാലത്തെ ചില പ്രതിസന്ധികൾ തകർക്കപ്പെടുവാൻ പോകുന്നു.